Hello everyone, welcome back to my channel NCERT Malayalam. In today's class, we are going to discuss Class 10 NCERT English Supplementary Reader Chapter 9 Poli. We have already uploaded Part 1. This is the Part 2 of this chapter. Here we goes. Thus the years passed, the village became a small town, a little primary school became a high school, there were now a cinema under a tin shed and a cotton grinding mill. The mail train began to stop at her railway station. One night after dinner, Ramlal said to his wife, "Then shall I accept Bishamber's proposal?" സോ കാലങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം വില്ലേജ് ഒരു സ്മോൾ ടൗൺ ആയിട്ട് വളർന്നു. അവിടുത്തെ ലിറ്റിൽ പ്രൈമറി സ്കൂൾ ഇപ്പോൾ ഹൈസ്കൂളായി മാറി. അതുപോലെ തന്നെ അവിടെ എന്തുണ്ടായി, സിനിമ തിയേറ്ററൊക്കെ വന്നു. തിയേറ്റർ എന്ന് വെച്ചാൽ സിനിമ കാണാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിച്ചത്. കൂടാതെ തന്നെ കോട്ടൺ ഗ്രിൻഡിങ് മില്ലൊക്കെ ഉണ്ടായി. അവരുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ മെയിൽ ട്രെയിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇതൊരു അഡ്വാൻസിങ് ആയിട്ടുള്ള ഇയേഴ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, പുരോഗമനങ്ങൾ നടക്കുന്നതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു രാത്രി രാംലാലിൻ്റെ വൈഫിനോട് രാംലാൽ പറഞ്ഞു, ഞാൻ എന്താ ബിഷാംബറിൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു. യെസ് സർട്ടൈൻലി, ഹിസ് വൈഫ് സെഡ്. Boli will be lucky to get such a well-do bridegroom, a big shop, a house of his own, and I hear several thousands in the bank. Moreover, he is not asking for any dowry. അപ്പോൾ ബോലി ഭയങ്കര ലക്കിയാവും. കാരണം ബിഷാംബർ നല്ലൊരു ഗ്രൂമാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഷോപ്പുണ്ട്, വലിയ വീടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തൗസൻഡ്സ് ഓഫ് റുപ്പീസ് അവരുടെ ബാങ്കിനകത്ത് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഡൗറിയുടെ ആവശ്യമില്ല, അതായത് സ്ത്രീധനത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. ദാറ്റ്സ് റൈറ്റ്, ബട്ട് ഹി ഈസ് നോട്ട് സോ യങ്, യു നോ, ഓൾമോസ്റ്റ് ദ സെയിം ഏജ് ആസ് ഐ ആം, ആൻഡ് ഹി ഓൾസോ ലിംസ്. മോറോവർ ദ ചിൽഡ്രൻ ഫ്രം ഹിസ് ഫസ്റ്റ് വൈഫ് ആർ ക്വൈറ്റ് ഗ്രോൺ അപ്പ് അല്ലേ. അപ്പോൾ അദ്ദേഹം അത്ര യങ്ങൊന്നുമല്ല, അതുപോലെ തന്നെ എൻ്റെ അതേ ഏജും ആണ്. പിന്നെ ലിംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ശരിക്കും നടക്കാൻ പോലും, പ്രോപ്പറായി നടക്കാൻ പോലും പറ്റില്ല. മോറോവർ അവരുടെ ഫസ്റ്റ് വൈഫിലുള്ള മക്കളൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. So what does it matter? His wife replied. 45 or 50, it is not a great age for a woman, for a man. We are lucky that he is from another village and does not know about her pockmarks and her lack of sense. If we don't accept his proposal, she may remain unmarried all her life. അപ്പോൾ ഇങ്ങനെ 45 or 50 ഒക്കെ ആയാലും എന്താ പ്രശ്നം, അതൊരു ആണുങ്ങൾക്കൊരു ഏജേ അല്ല. അതുപോലെ തന്നെ അവൾക്ക് നല്ല ലക്കിയാണ്. കാരണം അവളുടെ ഈ പോക്ക് മാർക്സും അവളുടെ സെൻസില്ലായ്മയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അറിയാത്തൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതൊക്കെ അവൾക്കൊരു ലക്കി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഷീ വിൽ ബി അൺമാരീഡ് അല്ലേ. ഒരുപാട് കാലം വരെ അവളിങ്ങനെ മാരി ചെയ്യാതിരിക്കുമെന്നാണ് അമ്മ പറഞ്ഞത്. യെസ്, ബട്ട് ഐ വണ്ടർ വാട്ട് ബോലി വിൽ സേ. വാട്ട് വിൽ ദാറ്റ് വിറ്റ്ലെസ് വൺ സേ? ഷീ ഈസ് ലൈക്ക് എ ഡം കൗ. അപ്പോൾ വിറ്റ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്റ്റുപ്പിഡ് എന്ന മീനിങ് ആണ്. അവളെന്താ പറയാന്നറിയില്ല, അവളൊരു ഡം കൗ ആണല്ലേ, അവളൊന്നും മിണ്ടാത്തൊരു ടൈപ്പാണെന്നാണ് അമ്മ മറുപടി പറഞ്ഞത്. മേ ബി യു ആർ റൈറ്റ് മട്ടേർഡ് രാംലാൽ, അല്ലേ, നീ പറഞ്ഞ ശരിയായിരിക്കാം. ഇൻ ദി അതർ കോർണർ ഓഫ് ദ കോർട്ട് യാർഡ് ബോലി ലേ എവേക്ക് ഓൺ ഹെർ കോട്ട് ലിസണിങ് ടു ഹെർ പാരൻസ് വിസ്പേർഡ് കോൺവെർസേഷൻ അല്ലേ. ബോലി ഇപ്പോൾ മുറ്റത്ത് ഇരുന്നിട്ട് ഇതൊക്കെല്ലാം അവളുടെ കോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാരൻസ് വിസ്പർ ചെയ്യുന്നത് അല്ലേ, സ്വകാര്യം പോലെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ബിഷാംബർ നാഥ് വാസ് വെൽ ഡു എ ഗ്രോസർ. He came with a big party of friends and relations with him for a wedding. A brand band playing a popular tune from the Indian film headed the procession, with the bridegroom riding a decorated horse. The Ramlal was overjoyed to see such a pomp and splendor. He had never dreamt that his fourth daughter would have such a grand wedding. Boli's elder sisters had come for the occasion, were envious of her luck അല്ലേ. അപ്പോൾ ഇത് ഡേ ഓഫ് വെഡ്ഡിങ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബിഷാംബർ നാഥ് ഒരു നല്ലൊരു ഗ്രോസറാണ്. അതുപോലെ തന്നെ ഒരു വലിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഫ്രണ്ട്സിനെയും ഫാമിലീനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രാസ് ബാൻഡ് ആണ് പ്ലേ ചെയ്തിരുന്നത്. ആ പ്ലേ ചെയ്തത് എന്തായിരുന്നു, ഒരു ഇന്ത്യൻ പോപ്പുലർ ആയിട്ടുള്ള ഫിലിമിനകത്തുള്ള ഒരു മ്യൂസിക്കൊക്കെ ആയിരുന്നു പ്ലേ ചെയ്തിരുന്നത്. ഇതായിരുന്നു ആ പ്രൊസഷനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബ്രൈഡ് ഗ്രൂം ഒരു ഡെക്കറേറ്റഡ് ഹൗസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രാംലാൽ, അതായത് അച്ഛന് ഭയങ്കര ഓവർ ജോയ്ഡായി, ഭയങ്കര സന്തോഷവാനായിട്ട് ഇങ്ങനത്തെ ഒരു പോംപ് ആൻഡ് സ്പ്ലെൻഡർ കണ്ടിട്ട്, പോംപ് ആൻഡ് സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ എന്താ, ആർഭാടങ്ങളൊക്കെ കണ്ടിട്ട് നല്ല മീനിങ് ആണ്. ഹി ഹാഡ് നെവർ ഡ്രംഡ് അല്ലേ, അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ 4ാമത്തെ മകളുടെ കല്യാണം ഇത്ര നല്ല ഗ്രാൻഡായി നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോലിയുടെ എൽഡർ സിസ്റ്റേഴ്സൊക്കെ അവളോട് എൻവിയസ് ആയി, അതായത് ജലസായി, അസൂയ തോന്നിയെന്നർത്ഥം.
When the auspicious moment came, the priest said, "Bring the bride." അല്ലേ, ആ സമയമായപ്പോൾ പ്രീസ്റ്റ് പറഞ്ഞു ബ്രൈഡിനെ കൊണ്ടുവരൂ. ഭോലി ക്ലാഡ് ഇൻ ദ സിൽക്ക് റെഡ് സിൽക്കൻ ബ്രൈഡൽ ഡ്രസ് വാസ് ലെഡ് ടു ദ ബ്രൈഡ്സ് പ്ലേസ് നിയർ ദ സെക്രഡ് ഫയർ. അതായത് ഇങ്ങനെ സെക്രഡ് ഫയർ എന്ന് പറയുമ്പോൾ എന്താ, തീജ്വാലയുടെ അടുത്തേക്ക് ഭോലിയെ ഒരു റെഡ് സിൽക്കൻ ബ്രൈഡൽ ഡ്രസ്സ് ഇട്ടിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഗാർലൻഡ് ദി ബ്രൈഡ് അല്ലേ, അതായത് ബിശാംബർനാഥിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എന്താ പറയുക, ഗാർലൻഡ് ദി ബ്രൈഡ് അല്ലേ, മാല അണിയിക്കും ബ്രൈഡിനെ. അപ്പോൾ എന്താണ്, ദ ബ്രൈഡ് ഗ്രൂം ലിഫ്റ്റഡ് ദ ഗാർലൻഡ് ഓഫ് യെല്ലോ മാരിഗോൾഡ്സ്. എ വുമൺ സ്ലിപ്ഡ് ബാക്ക് ദി സിൽക്കൻ വീൽ ഫ്രം ദ ബ്രൈഡ്സ് ഫേസ്. ബിശാംബർ ടുക്ക് എ quick glance. The garland remained poised in his hands. The bride slowly pulled down the wheel over her face. അപ്പോൾ ഇങ്ങനെ മാല അണിയിക്കാൻ നേരത്തെ എന്താ ഉണ്ടായത്, ഈ മാല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാരിഗോൾഡ്സിനെ കൊണ്ട് ഉണ്ടാക്കിയൊരു ഗാർലൻഡ് ആയിരുന്നു അല്ലേ, മാരിഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു മാലയായിരുന്നു. അപ്പോൾ ഒരു വുമൻ എന്ത് ചെയ്തു, മുന്നിലേക്ക് വന്നിട്ട് അവളുടെ വീൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു നെറ്റ് ഷോൾ പോലെ ഇട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഫേസ് കവർ ചെയ്തിട്ടുള്ള ഒരു വീൽ എന്നാണ് പറയുന്നത് കേട്ടോ. അത് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ വീൽ അണിയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ട്രെൻഡാണ് അല്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു സ്ത്രീ വന്നിട്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിശാംബർനാഥ് എന്ത് ചെയ്തു, ബോലി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ ഗാർലൻഡ് അണിയിക്കാൻ പോയി നിൽക്കുമായിരുന്നല്ലോ, ആ ഗാർലൻഡ് ഒന്ന് അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പോസായി നിന്നു അദ്ദേഹം. എന്നിട്ട് എന്താണ്, ഹാവ് യു സീൻ ഹർ സെഡ് ബിശാംബർ ടു ദ ഫ്രണ്ട് നെക്സ്റ്റ് ടു ഹിം, ഷീ ഹാസ് പോക്ക് മാർക്സ് ഓൺ ഹർ ഫേസ്. അല്ലേ, നിങ്ങളവിടെ കണ്ടോ, അവളുടെ മുഖത്ത് മൊത്തം പോക്ക് മാർക്സ് ആണ്. സോ വാട്ട്, യു ആർ നോട്ട് യങ് ചെയ്തർ അല്ലേ. ഫ്രണ്ട് പറഞ്ഞു, അതിനെന്താണ്, നിങ്ങളിപ്പം അത്ര യങ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ലോ, മേ ബി, പക്ഷേ ഇഫ് ഐ എം മാരീഡ് ടു ഹർ ഫാദർ മസ്റ്റ് ഗീവ് മീ 1000 rupees. അല്ലേ, ഒരുപക്ഷെ ഞാൻ എങ്ങല്ലായിരിക്കാം, പക്ഷേ ഞാൻ അവളെ വിവാഹം ചെയ്യണമെങ്കിൽ അവളുടെ അച്ഛൻ എനിക്ക് 5000 രൂപ തരണം എന്ന് പറഞ്ഞു. രാംലാൽ വെന്റ് ആൻഡ് പ്ലേസ്ഡ് ഹിസ് ടർബൻ ഹിസ് ഹോണർ അറ്റ് ബിശാംബേഴ്സ് ഫീറ്റ്. അല്ലേ, അതായത് രാംലാൽ വേഗം ചെന്നിട്ട് ബിശാംബറിനെ കാലിൽ മുട്ട് കുത്തിയിട്ട് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിന് ടർബൻ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഡു നോട്ട് ഹ്യൂമിലേറ്റ് മീ, സോ ടേക്ക് 2000 rupees. എന്നെ നാണം കെടുത്തത്, ഞാൻ നിങ്ങൾക്ക് 2000 രൂപ തരാമെന്ന് പറഞ്ഞു. നോ 5000 ഓ വി ഗോ ബാക്ക്, കീപ് യുവർ ഡോട്ടർ. അല്ലേ, ഞങ്ങൾ 5000 രൂപ അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾ നിങ്ങളെ മോളെ വെച്ചോ എന്ന് പറഞ്ഞു. ബി എ ലിറ്റിൽ കൺസിഡറേറ്റ് പ്ലീസ്, ഇഫ് യു ഗോ ബാക്ക് ഐ ക്യാൻ നെവർ ഷോ മൈ ഫേസ് ഇൻ ദ വില്ലേജ്. കുറച്ചൊക്കെ ഒരു കൺസിഡറേഷൻ തരുമോ, ഞങ്ങൾക്ക് നിങ്ങളെ ഇവിടെ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പക്ഷേ ഒരിക്കലും ഈ ഒരു വില്ലേജിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ ഔട്ട് വിത്ത് 5000 അല്ലേ, അങ്ങനെയാണെങ്കിൽ 5000 രൂപ തരണമെന്ന് ആര് പറഞ്ഞു, ബിശാംബർ ലാൽ പറഞ്ഞു. Tears streaming down his face, Ramlal went in, opened the safe and counted out the notes. He placed the bundle at the groom's feet. അല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ ധാര ഒഴുകുക എന്നുള്ളതാണ് ഇത് ടീയേഴ്സ് സ്ട്രീമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാംലാൽ പോയിട്ട് എന്താ സേഫൊക്കെ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നിന്ന് 5000 രൂപയുടെ ബണ്ടിൽ വെച്ചിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഗ്രൂമിൻ്റെ കാൽപാദങ്ങളിൽ വെച്ചു. ഓ, ബിശാംബേഴ്സ് ഗ്രീഡി ഫേസ് അപ്പിയർഡ് എ ട്രയംഫൻറ്റ് സ്മൈൽ. അല്ലേ, ഇപ്പോൾ ബിശാംബറിൻ്റെ ആ ഒരു അത്യാഗ്രഹമായിട്ടുള്ള മുഖത്ത് എന്താണ്, ഒരു ട്രയംഫൻറ്റ് സ്മൈലാണ്. എന്ന് വെച്ചാൽ ഒരു വിക്ടറി ആയിട്ട്, അതായത് ഒരു എന്തോ ഒന്ന് വലിയ കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ എന്തോ ഒന്ന് അടക്കി പിടിച്ചു എന്നുള്ള രീതിയിലുള്ള സന്തോഷമായിരുന്നു. ഹി ഹാഡ് ഗാമ്പിൾഡ് ആൻഡ് വൺ. അല്ലേ, അദ്ദേഹം ഭയങ്കര ഒരു സന്തോഷവാനായി, അതായത് ജയിച്ചല്ലോ എന്നുള്ള രീതിയിൽ. ഗീവ് മീ ദ ഗാർലൻഡ്, ഹി അനൗൺസ്ഡ്. അപ്പോൾ അനൗൺസ് ചെയ്തു, എന്ത്, എനിക്ക് മാല തരൂ. അപ്പോൾ വൺസ് അഗെയിൻ ദ വീൽ വാസ് സ്ലിപ്ഡ് ബാക്ക് ഫ്രം ദ ബ്രൈഡ്സ് ഫേസ്, ബട്ട് ദിസ് ടൈം ഹെർ ഐസ് were not downcast. അല്ലേ, നേരത്തെ കല്യാണത്തിന് വന്നപ്പോൾ അവളുടെ ഐസ് ഡൗൺ കാസ്റ്റ് ആയിരുന്നു. ഡൗൺ കാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് താഴ്ത്തി ഇങ്ങനെ വെക്കൂല, നമ്മൾ കണ്ണിങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരു ബഹുമാന രീതിയിൽ വെക്കുന്നതായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. അവൾ എന്താ, ഷി വാസ് ലുക്കിംഗ് അപ്പ്. അല്ലെ, അവൾ മുഖത്ത് നേരിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Looking straight at her prospective husband, in her eyes there were neither anger nor hate, only cold contempt. അല്ലേ, അപ്പോൾ അവളുടെ മുഖത്ത് ദേഷ്യവും ഇല്ല, കണ്ണിൽ ദേഷ്യവും ഇല്ല, അതുപോലെ തന്നെ എന്തില്ല, വെറുപ്പും ഇല്ല, പക്ഷെ ഒരു കൂളായിട്ടുള്ള ഒരു ഇതിലായിരുന്നു ഭോലി ഉണ്ടായിരുന്നത്. ബിശാംബർ raised the garland to place it around the bride's neck, but before he could do so, Boli's hand struck out like a streak of lightning and the garland was flung into fire. He got up and threw away the wheel. അപ്പോൾ ഇപ്പം എന്തായത്, ബിശാംബർ ബോലിയെ ഗാർലൻഡ് ചെയ്യാൻ നേരത്ത് എന്തായത്, ബോലി അവളുടെ ബിശാംബറിൻ്റെ കൈ പിടിച്ചിട്ട് എന്ത് പറഞ്ഞു, എന്നിട്ട് ആ ഒരു ഗാർലൻഡ് തീയിലേക്ക് ഇട്ടിട്ട് അതിനുശേഷം അവളെ നീട്ടിട്ട് അവളുടെ വീലൊക്കെ മാറ്റി. വീൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ഫേസ് കവർ ചെയ്യുന്ന ഒരു മാല പോലെ, അതൊക്കെ മാറ്റി. പിതാജി
said Boli in her clear, loud voice, and her father, mother, sisters, brothers, relations, and neighbors were startled to hear her speak without even the slightest stammer. അല്ലേ, പിതാജി എന്ന് അവൾ വിളിച്ചപ്പോൾ അവളുടെ കൂടുതലുള്ള റിലേറ്റീവ്സും സിസ്റ്റേഴ്സും ഹസ്ബൻഡ്സും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്താ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഇവൾക്ക് ചെറുപ്പം മുതൽ എന്തുണ്ട്, സ്റ്റാമറിങ് ഉണ്ട് അല്ലേ, വിക്കുള്ളൊരു കുട്ടിയായിരുന്നു ഭോലി. അവൾ ഒരു വിക്കും ഇല്ലാതെ പിതാജി എന്ന് വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും അന്തം വിട്ടുപോയി, സ്റ്റാർട്ടിൽഡ് അല്ലേ. പിതാജി, ടേക്ക് ബാക്ക് യുവർ മണി, ഐ ആം നോട്ട് ഗോയിങ് ടു മാരി ദിസ് മാൻ. നിങ്ങൾ നിങ്ങളുടെ പൈസ എടുക്കൂ അച്ഛാ, ഞാൻ എന്തായാലും ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. രാംലാൽ വാസ് thunderstruck. The guest began to whisper, so shameless, so ugly and so shameless. അല്ലേ, അപ്പം രാംലാൽ ഭയങ്കര ഞെട്ടിപ്പോയി ഇവളുടെ ഈ ഒരു ഇത് കേട്ടിട്ട്. ഇപ്പം ഗസ്റ്റൊക്കെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ വിസ്പർ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ കുനുകുനാന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്തൊരു ഷെയിംലെസ് ആണ്, എന്തൊരു അഗ്ലി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഭോലി ആർ യു ക്രേസി, ഷൗട്ടഡ് രാംലാൽ. അല്ലേ, ഭോലി നീ എന്താ ഇത്ര ക്രേസി ആണോ, യു വാണ്ട് ടു ഡിസ്ഗ്രേസ് ദിസ് ഫാമിലി ഓർ ഹാവ് സം റിഗാർഡ് ഫോർ യുവർ ഇസ്സത്ത്. അല്ലേ, അതായത് നിങ്ങളെന്താ ഞങ്ങളുടെ ഫാമിലിക്ക്, നമ്മുടെ ഫാമിലിക്ക് ഇങ്ങനെ മാനക്കേട് ഉണ്ടാക്കാൻ നോക്കുകയാണോ, നമ്മുടെ മാനത്തിനെ കുറച്ച് ആലോചിക്കൂ ഭോലി എന്ന് പറഞ്ഞു. ഫോർ ദ സേക്ക് ഓഫ് യുവർ ഇസ്സത്ത്, സെഡ് ഭോലി, ഐ വാസ് വില്ലിംഗ് ടു മാരി ദിസ് ലെയിം ഓൾഡ് മാൻ, ബട്ട് ഐ വിൽ നോട്ട് ഹാവ് സച്ച് എ മീൻ, ഗ്രീഡി ആൻഡ് കംറ്റപ്റ്റബിൾ കോവാർഡ് ആസ് മൈ ഹസ്ബൻഡ്. ഐ വോണ്ട് അല്ലേ, അതായത് അച്ഛന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വൃദ്ധനായിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം ഹി വാസ് സോ ഗ്രീഡി ആൻഡ് കണ്ടംപ്റ്റബിൾ. അല്ലേ, അതായത് ഒരു അത്യാഗ്രഹിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ എനിക്ക് ഹസ്ബൻഡായിട്ട് എനിക്ക് വേണ്ട എന്ന് പോലെ തിരിച്ച് റിപ്ലൈ കൊടുത്തു. വാട്ട് എ ഷെയിംലെസ് ഗേൾ, വി ഓൾ തോട്ട് ഷീ വാസ് ഹാംലെസ് ഡം കൗ. അല്ലേ, നമ്മൾ എന്ത് ഷെയിംലെസ് ആണ്, നമ്മൾ വിചാരിച്ചു അവൾ ആരോടും സംസാരിക്കാത്തൊരു ഡം കൗ ആണെന്ന് വിചാരിച്ചു. ബോലി ടേൺ വയലൻ്റ്ലി ഓൺ ദ ഓൾഡ് വുമൺ. യെസ് ആൻറ്റി, യു ആർ റൈറ്റ്, യു ഓൾ തോട്ട് ദാറ്റ് ഐ വാസ് എ ഡം ഡ്രിവൺ കൗ. That's why you wanted to hand over me to the heartless creature. But now the dumb cow, the stammering fool is speaking. Do you want to hear more? അപ്പോൾ ഒരു ആൻറ്റിയാണ് ഇത് പറഞ്ഞത്. അവരുടെ അടുത്ത് അവൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, അതേ ആൻറ്റി, ഞാനൊരു ഡം ഡ്രിവൺ കൗ ആണ്. എന്താ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ ഒരു ഹേർട്ട്ലെസ് ക്രിയേച്ചറിന് ഹാൻഡ് ഓവർ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാനെപ്പോഴും സ്റ്റാമറിങ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ബോലി അത്യാവശ്യം വയലൻ്റിൽ സംസാരിച്ചു. Bishambar now the grocer started to go back with his party. The confused bandsman thought this was the end of the ceremony and struck up a closing song. അപ്പം എന്തുണ്ടായത്, ബിഷാംബർ ലാൽ അവരുടെ കൂടുതൽ ആൾക്കാരെ വിളിച്ചിട്ട് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പം ഇവിടെ നമ്മുടെ ബാൻഡ്മാൻസൊക്കെ എന്താ ചെയ്തത്, അവർക്ക് മനസ്സിലായി ഇത് നടക്കാൻ പോകുന്നൊരു സെറമണി അല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു അവസാനിപ്പിക്കുന്ന ഒരു സോങ് പാടിയിട്ട് അവർ പോയി. രാംലാൽ stood rooted on the ground, his head bowed low with the weight of grief and shame. അല്ലേ, രാംലാൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല താഴ്ന്നിരിക്കുകയാണ്, സങ്കടം കൊണ്ടും അതുപോലത്തെ നാണക്കേടുകൾ കൊണ്ടും. The flames of the sacred fire slowly died down and everyone was gone. The Ramlal turned to Boli and said, but what about you? No one will ever marry you now. What shall we do with you? അല്ലേ, അപ്പം രാംലാൽ അവരുടെ സങ്കടം പറയാണ് മകളോട്. എല്ലാവരും കല്യാണത്തിൻ്റെ അത് കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഇപ്പം നമ്മുടെ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് കാണിക്കുന്നത് ഫയറൊക്കെ ഇങ്ങനെ സ്ലോ ഡൗൺ ആയി എന്നുള്ള കാര്യമൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യുക, നിന്നെ കൊണ്ട് എന്താ ചെയ്യുക, ആരും നിന്നെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു. അച്ഛൻ ചോദിച്ചു. ആൻഡ് സുലേഖ സെഡ് ഇൻ ദ വോയിസ്. സുലേഖ എന്ന് പറയുന്നത് ആരായിരുന്നു, ഭോലിയാണല്ലേ. നമ്മൾ ഇത്രയും ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ മാത്രമേ ഭോലിയുടെ ഒറിജിനൽ നെയിം സുലേഖ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സുലേഖ എന്ന് പറയുന്നത് എന്താ, ഷീ ഈസ് നോട്ട് എ സ്റ്റുപ്പിഡിലെ, ഇപ്പോൾ സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു വിറ്റ്ലെസ് ക്രിയേച്ചർ അല്ല, ഷീ ഈസ് എ ബോൾഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അതുകൊണ്ട് നമ്മളെ ചാപ്റ്ററിൽ ലാസ്റ്റ് പാർട്ടിൽ സുലേഖ എന്ന് പറഞ്ഞത്. സുലേഖ എന്ത് പറഞ്ഞു, അവളുടെ വോയിസിൽ നല്ല കാം ആൻഡ് സ്റ്റഡി ആയിട്ട് പറഞ്ഞു, ഡോണ്ട് യു വറി പിതാജി, in your old age I will serve you and mother and I will teach in the same school where I learned so much. Isn't that right ma'am? അല്ലേ, അപ്പോൾ സുലേഖ ഇങ്ങനെ മറുപടി പറഞ്ഞത്, പിതാജി വിഷമിക്കണ്ട, നിങ്ങൾക്ക് വയസ്സായ സമയത്ത് ഞാൻ നിങ്ങളെ സെർവ് ചെയ്യാം, അതുപോലെ തന്നെ ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കും. അവിടെ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചത് അല്ലേ മാം എന്ന് ആരോട് ചോദിച്ചു. നമ്മുടെ പഴയ ടീച്ചറില്ലേ, അവരുണ്ടായിരുന്നു ആ ഒരു സെറിമണിയിൽ. ദ ടീച്ചർ ഹാഡ് ഓൾ അലോങ് സ്റ്റുഡ് ഇൻ ദ കോർണർ വാച്ചിങ് ദ ഡ്രാമ. അപ്പോൾ ടീച്ചർ എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ് ബോലി, ഓഫ് കോഴ്സ് ഷീ റിപ്ലൈഡ്. അല്ലേ, അതേ ബോലി തീർച്ചയായിട്ടും ഇന്ന് ആ ടീച്ചർ റിപ്ലൈ കൊടുത്തു. ആൻഡ് ഇൻ ഹർ സ്മൈലിംഗ് ഐസ് വാസ് ദ ലൈറ്റ് ഓഫ് ഡീപ്പ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ആൻ ആർട്ടിസ്റ്റ് ഫീൽസ് വെൻ കണ്ടംപ്ലേറ്റിംഗ് ദി കംപ്ലീഷൻ ഓഫ് ഹർ മാസ്റ്റർ പീസ്. അല്ലേ, അവരുടെ മനസ്സിൽ എന്തുണ്ടായിരുന്നത്,
ഒരു ആർട്ടിസ്റ്റ് അവരുടെ മാസ്റ്റർ പീസ് ഫിനിഷാക്കി കഴിഞ്ഞിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ, ആ ഒരു സന്തോഷത്തോടെ, അതാണ് കണ്ടംപ്ലേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായിരുന്നു അവരുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് പ്രസന്നിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ദിസ് ഇസ് എ ഗുഡ് സ്റ്റോറി അല്ലേ. നമുക്കിത് നല്ലൊരു രീതിയിൽ ഒരു ഡംബ് ആസ് കൗ എങ്ങനെയാണ് ഒരു നല്ല രീതിയിൽ ഒരു സ്റ്റാമറിംഗ് ഒന്നും ഇല്ലാതെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷനാണ് ഈ ചാപ്റ്ററിൽ കൂടുതലും പ്രസ്താവിച്ചിട്ടുള്ളത് അല്ലേ. ദിസ് ഇസ് എ ചാപ്റ്റർ റിട്ടൺ ബൈ K.A. Abbas ആണ് ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ ഇൻ യുവർ സപ്ലിമെൻ്ററി റീഡർ. ഹോപ്പ്ഫുള്ളി യു എൻജോയ്ഡ് ദ ക്ലാസ്. താങ്ക് യു എവറി വൺ. താങ്ക് യു സോ മച്ച്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. Please support this. Please like, share and subscribe our channel.